ഏറ്റവും മികച്ച ട്വിസ്റ്റും ഏറ്റവും അധികം കയ്യടി വാങ്ങിയ സീനുകളിലൊന്നും ഏതാണെന്ന് ചോദിച്ചാൽ അത് മോഹൻലാലിൻ്റെതാവില്ല എന്നായിരിക്കും കൂടുതൽ സിനിമ ആസ്വാദകരുടെയും ഉത്തരം. അത് ടൊവിനോ തോമസ് അവതരിപ്പിച്ച ജതിൻ രാംദാസിന്റെ പ്രസംഗമാവാനാണ് കൂടുതൽ സാധ്യത. ഒരു ബ്രോയിലർ കോഴിയായി മാറേണ്ടിയിരുന്ന ജതിൻ രാംദാസിന്റെ കിടിലൻ വേഷപ്പകർച്ചയും പക്വതയോടെയുള്ള പ്രസംഗവുമൊക്കെ ലൂസിഫർ ആരാധകരുടെ പ്രിയപ്പെട്ട രംഗങ്ങളിലൊന്നാണ്. സാധാരണ രീതിയിൽ വിദേശത്തു നിന്ന് പഠനം കഴിഞ്ഞെത്തുന്ന രാഷ്ട്രീയക്കാരുടെ മക്കൾ എങ്ങനെയാകും എന്നതിന്റെ വാർപ്പ് മാതൃകകളൊക്കെ തകർത്ത് കളഞ്ഞുകൊണ്ടാണ് ജതിൻ രാംദാസ് എന്ന കഥാപാത്രത്തെ പൃഥ്വിരാജ് അവതരിപ്പിച്ചത്. ഇനി ലൂസിഫറിന്റെ കാലം കഴിഞ്ഞ് എമ്പുരാന്റെ വരവാണ്. ഒപ്പം ജതിൻ രാംദാസും വീണ്ടും എത്തുകയാണ്. പ്രേക്ഷകർക്ക് അറിയാത്ത ജതിൻ രാംദാസ് എന്ന ബ്രില്യന്റ് രാഷ്ട്രീയക്കാരന്റെ ഭൂതകാലം എമ്പുരാനിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ജതിൻ രാംദാസിന്റെ എമ്പുരാനിലെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായിട്ടുണ്ട്. എമ്പുരാന്റെ ഓരോ പോസ്റ്റിനും മികച്ച പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നത്. സമാന രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് പുതിയ പോസ്റ്ററിനുമുള്ളത്. അധികാരം ഒരു മിഥ്യയാണ് എന്ന ടാഗ്ലൈനോട് കൂടിയാണ് ഈ പോസ്റ്റർ പങ്കുവച്ചിട്ടുള്ളത്. പിന്തിരിഞ്ഞു നോക്കുന്ന ടൊവിനോയുടെ ജതിൻ രാംദാസിന് പിന്നിൽ മരിച്ചുപോയ രാംദാസിന്റെ വലിയൊരു ചിത്രവും പോസ്റ്ററിൽ കാണാം. ആരാധകർ പ്രതീക്ഷിച്ചതുപോലെ ജതിൻ രാംദാസിന്റെ ഭൂതകാലത്തിന് പകരം ലൂസിഫറിൽ പറഞ്ഞു വെച്ചതിന്റെ ബാക്കി തന്നെ ആയിരിക്കുമോ എമ്പുരാനിലും എത്തുക എന്ന സംശയത്തിലാണ് ഈ പോസ്റ്റർ കണ്ട പ്രേക്ഷകർ. മുൻപ് ഒരു അഭിമുഖത്തിൽ എമ്പുരാനിൽ താൻ മുഖ്യമന്ത്രിയായിട്ടാണല്ലോ എത്തുക എന്നും ചിത്രത്തിന്റെ കുറെ സീക്വൻസുകൾ താൻ കണ്ടിട്ടുണ്ടെന്നും കണ്ടിടത്തോളം വളരെ മികച്ചതായിരുന്നുവെന്നും താൻ വളരെ എക്സൈറ്റഡ് ആണെന്നും ടൊവിനോ തോമസ് വെളിപ്പെടുത്തിയിരുന്നു. അതിനൊപ്പം തന്നെ സിനിമ മുഴുവനായി കാണാനുള്ള കാത്തിരിപ്പാണെന്നും പറ്റിയാൽ മോഹൻലാലിനും പൃഥ്വിരാജിനും ഒപ്പം തന്നെ തിയേറ്ററിൽ നിന്ന് എമ്പുരാൻ കാണണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും ടൊവിനോ കൂട്ടിച്ചേർത്തിരുന്നു. പൃഥ്വിരാജിന്റെ ഷൂട്ടിംഗ് രീതികളെക്കുറിച്ചും ടൊവിനോ സംസാരിച്ചിരുന്നു. എമ്പുരാൻ എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്നും അതിലൂടെ എന്തൊക്കെ അച്ചീവ് ചെയ്യണമെന്നും പൃഥ്വിക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നുവെന്നാണ് ടൊവിനോ വ്യക്തമാക്കുന്നത്. കാഴ്ചക്കാർക്ക് രോമാഞ്ചം ഉണ്ടാകുന്ന രംഗങ്ങൾ ചിത്രത്തിലുണ്ടെന്നാണ് വിശ്വാസമെന്നും എമ്പുരാനിൽ അഭിനയിക്കുമ്പോൾ തനിക്ക് ഒട്ടും ടെൻഷൻ ഉണ്ടായിരുന്നില്ലെന്നും ടൊവിനോ പറഞ്ഞിരുന്നു. പൊതുവെ ഒരു സീൻ ഷൂട്ട് ചെയ്താൽ കോംപ്ലിമെന്റിന് വേണ്ടി താൻ ഡയറക്ടറോട് ഒന്നും ചോദിക്കാറില്ലെന്നും പൃഥ്വിരാജ് ഷോട്ടിനെ പറ്റി അങ്ങനെ പറയാറില്ലെന്നും പക്ഷേ എമ്പുരാന്റെ ഒരു സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പൃഥ്വിരാജ് തന്നോട് ഭയങ്കര ഇംപ്രൂവ്മെന്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞുവെന്നും അഭിമാനത്തോടെ ടൊവിനോ വെളിപ്പെടുത്തിയിരുന്നു. ആ കോംപ്ലിമെന്റ് തന്റെ കോൺഫിഡൻസ് വല്ലാതെ ഉയർത്തിയെന്നും ഇത്തരത്തിൽ ഡയറക്ടറുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വാക്കുകൾ നൽകുന്ന കോൺഫിഡൻസ് അടിപൊളിയാണെന്നും ടൊവിനോ കൂട്ടിച്ചേർത്തിരുന്നു. അതുപോലെ ഏറ്റവും ഒടുവിലെത്തിയ മോഹൻലാൽ ചിത്രങ്ങളിൽ തിയേറ്റർ റിലീസിൽ ഏറ്റവും കൂടുതൽ ആരാധകർക്ക് സംതൃപ്തി നൽകിയ ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ലൂസിഫർ. എമ്പുരാന്റെ പുറത്തു വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ അനുസരിച്ച് ലൂസിഫറിന് മുകളിൽ ഹിറ്റടിക്കാൻ സാധ്യതയുള്ള ചിത്രം തന്നെയാണ് അണിയറയിൽ ഒരുങ്ങുന്നതെന്നാണ് ആരാധകർ ഉറപ്പിക്കുന്നത്. ആക്ഷൻ സീനുകൾക്ക് വളരെ പ്രാധാന്യമുള്ള സിനിമയായിട്ടാണ് എമ്പുരാൻ ഒരുങ്ങുന്നത്. ലേഡി ആക്ഷൻ സീനുകളിൽ കിടിലൻ പെർഫോമൻസുമായി ഹോളിവുഡ് താരം കരോലിൻ കോസിയോളാണ് എമ്പുരാനിൽ അഭിനയിച്ചിരിക്കുന്നത്. എറിക് എബൌനി എന്ന ഫ്രഞ്ച് താരവും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുവെന്നാണ് സൂചന. സർപ്രൈസ് ക്യാമിയോ അപ്പിയറൻസുകളും സിനിമയിൽ ഉണ്ടാകുമെന്ന വിവരങ്ങളുണ്ട്. മാർച്ച് 27-ന് ചിത്രം റിലീസ് ചെയ്യും. മലയാളം, കന്നഡ, തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങി വിവിധ ഭാഷകളിലാണ് റിലീസ്. 8 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും 4 രാജ്യങ്ങളിലും ഷൂട്ട് ചെയ്ത ചിത്രത്തിന്റെ നിർമ്മാണം ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ്. UK, USA, UAE എന്നിവ ഉൾപ്പെടെ 4 രാജ്യങ്ങളിലായി 14 മാസമായിരുന്നു ചിത്രീകരണം.